ഹലോ, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു അവെയർനെസ് വീഡിയോ പോലെ നിങ്ങൾ കണക്കാക്കണം. നമ്മുടെ നാട്ടിലെ ജലാശയങ്ങൾക്കൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൻ്റെ മേജർ ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഈ പാത്രം കഴുകുന്ന ലിക്വിഡിൽ നിന്നും അതേപോലെ തുണി കഴുകുന്ന ലിക്വിഡിൽ നിന്നും ഷാമ്പൂ എന്നൊക്കെ വരുന്ന സർഫെക്റ്റൻസ് ആണ്. അപ്പോൾ സർഫെക്റ്റൻസിനകത്തൊക്കെ ചിലപ്പോൾ ഈ പാത്രം കഴുകുന്ന ലിക്വിഡിൻ്റെ ഇൻഗ്രീഡിയൻസ് പോലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഈ സോഡിയം LAS, ഡൈസോഡിയം EDTA പോലത്തുള്ള കെമിക്കൽസ് ആണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനും ഭയങ്കര ഇറിറ്റേഷനാണ്, ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അക്വാറ്റിക് ഓർഗാനിസത്തിനും ഭയങ്കര മോശമാണ്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ഓർഗാനിക്കിലോട്ട് തിരികാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കോസ്റ്റ്ലി. ഈ ഷാമ്പൂലൊക്കെ ഉള്ള SLES ഒക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റാണ് 1,4-ഡയോക്സൈൻ എന്ന് പറയുന്നത്. അത് ക്യാൻസർ കോസിംഗ് ആണ്, അങ്ങനെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓർഗാനിക്കായിട്ട്, അതായത് നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിക്കും ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നത് ശിക്കാക്കായ് പൗഡറാണ്. ഇത് ഓപ്ഷണലാണ്. മെയിനായിട്ട് വേണ്ടത് സോപ്പ് നട്ടാണ്. സോപ്പ് നട്ട് ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 25 എണ്ണം എടുത്താലും ഓക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ നല്ല പത കിട്ടും. പിന്നെ ഈ കാണുന്നത് ബാദാം പിസിൻ എന്ന് പറഞ്ഞിട്ട്, ആൽമണ്ട് ഗം എന്നൊക്കെ പറഞ്ഞിട്ട് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു ജെല്ലിങ് ഏജൻറ്റാണ്. നമ്മൾ നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ജെൽ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു രാത്രിയിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് തലേ ദിവസമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല, പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ സോപ്പ് നട്ടിൻ്റെ ഈ തോലുണ്ടല്ലോ, തോല് മാത്രം മതി. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കുരു ഉണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതിങ്ങനെ പൊളിച്ചെടുക്കണം. അത് പൊളിച്ചെടുത്തിട്ട് ആ കുരു നമുക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നടാം. അപ്പോൾ നല്ല സോപ്പും കായൊക്കെ ഉണ്ടാവും. ഇതുപോലെ എല്ലാ സോപ്പ് നട്ടും നമ്മളിങ്ങനെ തൊലി പൊളിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് തൊലി മാത്രം എടുത്ത്, കുരു നമുക്ക് ആവശ്യമില്ല. അപ്പോൾ തോലിങ്ങനെ നന്നായിട്ട് നമ്മൾ സോക്ക് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ശികക്കായൻ്റെ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് പകരം ഫ്രഷ് ആയിട്ടുള്ള ശികക്കായ ഉണ്ടല്ലോ, അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ അത് തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ പൗഡർ ആഡ് ചെയ്തത്. ഒരു 5 നാരങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ലിക്വിഡ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. അതായത് നമ്മുടെ സോപ്പ് നട്ടും ശികക്കായ പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തോട്ട് അത് സോക്ക് ചെയ്യണം ഒരു രാത്രി ഫുള്ള്. അപ്പോൾ അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡ് നമുക്ക് യൂസ് ചെയ്യാം. പച്ചവെള്ളം യൂസ് ചെയ്താലും മതി കേട്ടോ. പച്ചവെള്ളം ഇൻ ദ സെൻസ് വെറും ചൂടുവെള്ളം യൂസ് ചെയ്താലും മതി. പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആൽമണ്ട് ഗം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതും നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ട്. സോക്ക് ചെയ്തതൊക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ലെമൺ ഉണ്ടല്ലോ, അതും ഈ പറഞ്ഞ സോക്ക് ചെയ്ത സോപ്പ് നട്ടും ശികക്കായ എല്ലാം കൂടിയുള്ളത് നമ്മൾ മിക്സി ജാറിനകത്തോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ഈ ഒരു സർഫെക്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ സോപ്പ് നട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പത വരും. പിന്നെ ലെമൺ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലും കിട്ടും. അപ്പോൾ ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ നമുക്ക് ലിക്വിഡ് കിട്ടും. ഞാൻ ആഡ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു ദോശമാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുണി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് മടിയായത് കാരണം ഞാൻ തുണി എടുത്തില്ല. പിന്നെ ഞാൻ ഈ സ്റ്റീൽ അരിപ്പ വെച്ചിട്ടാണ് അരിച്ചത്. തുണി കമ്പൽസറി ഇല്ല. തുണിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ലിക്വിഡായിട്ട് വരും. സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ അരിച്ചെടുക്കുന്ന സമയത്തിനിടയിൽ ഞാൻ മറ്റേ ആൽമണ്ടിൻ്റെ ആ സംഭവമില്ലേ, ആൽമണ്ട് ഗമ്മ്, അത് ഞാൻ മിക്സിയിലെടുത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഈ അരച്ചെടുത്ത ആൽമണ്ട് ഗമ്മ് ഉണ്ടല്ലോ, ഇതേപോലത്തെ ഒരു പേസ്റ്റ് പോലത്തെ ഇതാവും. അതൊരു 2 ടേബിൾ സ്പൂണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഒരുപാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പത വരില്ല. അപ്പോൾ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് ആക്ച്വലി ഓപ്ഷണലാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ആ ഒരു ജെൽ കൺസിസ്റ്റൻസി വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും അതിലും മതി. അതേപോലെ ശികക്കായും ഓപ്ഷണലാണ്. മെയിനായിട്ട് നാരങ്ങയും പിന്നെ ഈ ഒരു സോപ്പ് നട്ടിൻ്റെ തൊലിയും ഉണ്ടായാൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.
അപ്പോൾ ഇത് ഞാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഓവറാക്കിയതാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി നമ്മളിത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിട്രിക് ബയോ എൻസൈം, അതായത് ബയോ എൻസൈം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു 3 മാസം എടുത്ത് എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, 3 മാസം ഇൻ ദ സെൻസ് 3 മാസം ഫെർമെൻറ്റ് ചെയ്തിട്ട് എടുത്തതാണ് ഈ സംഭവം. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കാലം വെച്ച് കഴിഞ്ഞാലും ഈ സാധനം ചീത്തയാവില്ല. അപ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈൻ പോലത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ഈ വൈന് ഓൾറെഡി വൈൻ എത്ര നാൾ വെച്ചാലും കേടാവില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഈ ബയോ എൻസൈം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് എത്ര നാൾ വേണമെങ്കിലും കേടാവില്ല. അപ്പോൾ ഞാനിത് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, ഇത് ഡിസ്പെൻസർ, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട, കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡെമോ കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കഴുകാത്ത പാത്രമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഒരു പഴയ കളയാൻ വെച്ചിരുന്ന ഒരു പാത്രത്തിൽ കുറച്ച് കറി എടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നന്നായിട്ട് ഇതൊക്കെ ഇളകി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പതയൊന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് ഇത്തിരി ലിക്വിഡ് ഒഴിച്ച് ഈ സംഭവം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പത വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിക്കണം. എയർ ടൈറ്റ് ആയിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ. ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കൈ കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലത്തെ കിടിലൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.